എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ചെമ്മീൻ ചോറ്, കൊഞ്ച് ചോറ് അങ്ങനെയൊക്കെ പറയുന്നൊരു ചോറാണിത്. കൊഞ്ചൻ ചോറെന്നും പറയാറുണ്ട്, പലരും പല രീതിയിലാണ് ഇത് പേര് പറയുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മൾ ഈ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് മടക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. എൻ്റെ റെസിപ്പിയല്ല, ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പോളം ബസ്മതി അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് ഒരു 30 മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പിന്നെ ഞാനിവിടെ മസാലയ്ക്കായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ പൊരിച്ചെടുക്കാം. ഈ ചെമ്മീൻ ഞാൻ കുറച്ച് മുന്നേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക മസാലയൊന്നുമില്ല. ഞാൻ സാധാ മീനിനെ പുരട്ടുന്ന പോലെ കുറച്ച് മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് പുരട്ടി വെച്ച മീനാണ് കേട്ടോ പൊരിച്ചെടുത്തത്. എന്നിട്ട് ആ സെയിം എണ്ണയിലേക്ക് ഞാനൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി. ഇത് നല്ലപോലെ മിക്സിയിൽ വെച്ചിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. ഞാൻ ഈ സെയിം എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ സെയിം എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെയിം എണ്ണയിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് ഈ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മീനിൻ്റെ മസാലയ്ക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഉള്ളി ഇടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മസാലയ്ക്കാണെങ്കിലും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനൊക്കെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും. കാരണം മീനിൻ്റെ മസാലയ്ക്ക് കുറച്ച് എരിവുള്ളതാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-2.5 സവാളകൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നല്ലപോലെ വഴലണം കേട്ടോ. നമ്മൾ എന്ത് മസാല ഉണ്ടാക്കാലും ഈ സവാളയിലേക്ക് നന്നായി വഴന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ഈ മസാല എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നു. ഞാൻ ആ മീൻ പൊരിച്ച എണ്ണ മാത്രമായിരുന്നു ഒഴിച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ മസാലപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഗരം മസാല മാത്രം മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മസാലപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഇട്ട് നോക്കാം. പക്ഷെ അധികം മസാലയുടെ ആവശ്യമില്ല ഇതിന്. ഇത് നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എടുത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്നത് കണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ ചെമ്മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും ഒന്ന് ആവുന്നവരെ നമുക്ക് നല്ലപോലെ വഴറ്റിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം.
മസാലയ്ക്ക് നല്ലപോലെ ചെമ്മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ, ആ ഒരു കണക്കിന് വേണം കേട്ടോ ചെയ്യാനായിട്ട്, എണ്ണ തെളിഞ്ഞു വരുന്നവരെ. അത് കണ്ടോ, നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ സമയത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറിൻ്റെ പോലെ ഇരട്ടിയല്ല വേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ്, ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 3.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഇരട്ടിയിൽ നിന്ന് 1/2 കപ്പ് കുറവ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം ഇതിൽ മസാലയും കൂടെ ഉള്ളത് കൊണ്ട് കറക്റ്റ് ഈ വെള്ളത്തിൽ ഈ അരി വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ആ മെഷർമെൻറ്റ് കറക്റ്റാക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ അരി കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളവും കൂടില്ല, ഡ്രൈ ആവുകയില്ല. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നിങ്ങളിതിന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പയ്യെ വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ചിലർ ഇതുണ്ടാക്കുമ്പോൾ ജീരകശാലയില്ലേ, കുഞ്ഞരി, അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മുടെ സാധാ ചോറിൻ്റെ അരിയിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതേപോലെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അരി പൊടിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് അരി ഒന്ന് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി അരി നല്ല വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചോറ് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇതാ കണ്ടോ, നമ്മുടെ അരി ചോറ് നല്ലപോലെ വെന്ത് കറക്റ്റ് വേവാണ്. ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ റൈസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ബട്ടർ വേണമെന്നില്ല, നെയ്യാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ഇത് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് ശരിക്കും ആ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.